കപ്പൽ തീപിടിച്ച പശ്ചാത്തലത്തിലാണ് കണ്ണൂരിലെ തീരദേശത്തെ വായു മലിനീകരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയത്. ഇന്നലെ വൈകുന്നേരം കണ്ണൂർ പയ്യാമ്പലത്തിൻ്റെയും അഴീക്കൽ പോർട്ടിൻ്റെയും മധ്യേ ഏതാണ്ട് ഒരു നീർക്കടവ് ഭാഗത്ത് 2 മെഷീനുകൾ സ്ഥാപിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയത്. വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയ നിരീക്ഷണം ഏതാണ്ട് പുലർച്ചയോളം നീണ്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 2 മെഷീനുകൾ വെച്ചിട്ടുണ്ട്. അതിൽ സൾഫർ ഡൈഓക്സൈഡിൻ്റെയും നൈട്രജൻ ഓക്സൈഡിൻ്റെയും അളവ് എത്രത്തോളം വായുവിലുണ്ട് എന്നുള്ള പരിശോധനയാണ് പ്രധാനമായും നടന്നത്. ഇതിനുവേണ്ടി 2 മെഷീനുകളാണ് അവിടെ സ്ഥാപിച്ചത്. PM10 PM2.5 അതായത് പർട്ടിക്കുലർ മീറ്റർ അനലൈസിസ് എന്ന് പറയുന്ന 2 മെഷീനുകൾ ആണ് സ്ഥാപിച്ചത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരും അവിടെ തമ്പടിച്ച് നിന്നു. അങ്ങനെയാണ് ഈ ഒരു പരിശോധന നടത്തിയത്. ഈ വായു മലിനീകരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി നോക്കുന്നത്. ഈ 2 നൈട്രജൻ ഓക്സൈഡിൻ്റെയും സൾഫർ ഡൈഓക്സൈഡിൻ്റെയും അളവുകൾ എത്രത്തോളം വായുവിലുണ്ട് എന്ന് ശേഖരിക്കും. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്ത വായു അളവിൽ കൂടുതൽ ഇതിൻ്റെ അംശം വായുവിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെയാണ് കണ്ണൂരിലെ തീരദേശത്ത് വായു മലിനീകരണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഈ മെഷീൻ സ്ഥാപിച്ചതിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത ചുറ്റളവ് വരെ എത്രത്തോളം വായുവിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്നലെയും ഈ കടലിലെ വെള്ളം ശേഖരിച്ച് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കപ്പൽ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടലിലെ വെള്ളം മലിനീകരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. കപ്പലിൽ മാരകമായ കെമിക്കൽ വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇത് കടലിൽ കലർന്ന ഈ തീരദേശത്തേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ അത് എത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള നിരീക്ഷണമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അഴീക്കോട് ഭാഗത്തെ വെള്ളം ശേഖരിച്ചു. ഇന്നും വെള്ളം ശേഖരിക്കും. കണ്ണൂർ പയ്യാമ്പലത്ത് നിന്നും അഴീക്കോട് ബീച്ചിൽ നിന്നുമാണ് വെള്ളം ശേഖരിക്കുക. ഇത് പിന്നീട് എറണാകുളത്തെ സെൻട്രൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയക്കും. ഇതിൻ്റെ പരിശോധന ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ, ഒരാഴ്ച മുതൽ 1 മാസം വരെയാണ് സമയം. അതിനുള്ളിൽ തന്നെ ലഭിക്കുമെന്ന് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു അപകടത്തിൻ്റെ ഭീതി ഉള്ളതുകൊണ്ട് തന്നെ പരിശോധന ആക്കുമെന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഈ വായു മലിനീകരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഉദ്യോഗസ്ഥർ ഇത് വിശകലനം ചെയ്ത് എറണാകുളം സെൻട്രൽ ലാബിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് അയക്കും. അവിടെ നിന്നാണ് അന്തിമ ഫലം എന്താണെന്നുള്ളത് പുറത്തു വരിക.